അരി കുതിർക്കണ്ട, അരി അരയ്ക്കണ്ട, കപ്പി കാച്ചണ്ട, പുളിമാവ് വേണ്ട, മിനിറ്റുകൾ കൊണ്ട് പൂ പോലത്തെ പാലപ്പം റെഡി. എങ്ങനെയാണെന്നല്ലേ? വാ നോക്കാം. ഈ ഒരു ഗ്ലാസ്സിന് 4 ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ പത്തിരി, ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധാരണ അരിപ്പൊടി. ഇനി ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചിരവിയത്, തേങ്ങ എടുത്ത അതേ അളവിന് ചോറ്, 1 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ്. ഇനി 1 ഗ്ലാസ് അരിപ്പൊടിക്ക് 1.5 ഗ്ലാസ് അളവിൽ ഇളം ചൂടുവെള്ളം എടുത്ത് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് കട്ടിയില്ലാതെ ഇളക്കി ഈ ഒരു പരുവത്തിൽ മാവ് കലക്കിയെടുക്കണം. ഇനി ഈ മാവ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒട്ടും തരിയില്ലാതെ മഷി പോലെ അരച്ചെടുക്കാം. ഇതുപോലെ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി അടച്ചു വെച്ച് പുളിക്കാനായി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ചൂട് സമയമൊക്കെ ആണെങ്കിൽ ഒരു 30 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മാവ് പുളിച്ച് വന്നിട്ടുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു മണിക്കൂറിനുള്ളിൽ നമ്മുടെ മാവ് ഇതേപോലെ നന്നായി പുളിച്ച് വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ചൂടായ ചട്ടിയിലേക്ക് ഇതേപോലെ കോരി ഒഴിച്ചു കൊടുത്ത് ചടപ്പറാന്ന് ചൂടോടുകൂടി ചുട്ട് കഴിച്ചാൽ മതി. അപ്പോൾ ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് നമ്മുടെ ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.